ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. ഇതാണ് ഫേമസ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കൊല്ലത്തെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല, എന്തിനാ വെറുതെ അടുത്തൊരു അടിക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതാണ് എൻട്രി, അതുകൊണ്ട് ഇതാണ് ഇൻഫോർമേഷൻ സെൻറ്റർ. അങ്ങനെ അവിടെ നിന്ന് പ്ലാറ്റ്ഫോം നമ്പരും കോച്ച് പൊസിഷനും നോക്കി നേരെ ട്രെയിനിന് നേരത്തോട്ട് സ്കൂട്ടായി. അതുകൊണ്ട് നമ്മൾ ട്രെയിനാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ നൈസായിട്ട് പറ്റിച്ച് ഗൈസ്. ഇത് ഏതാണ്ട് ഗുഡ്സ് ട്രെയിനായിരുന്നു. നമ്മളെ ട്രെയിൻ വരുന്നതേ ടൈമിലായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ട്രെയിനാന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡി ചെയ്യുന്നു, പക്ഷെ ഇത് നമ്മളെ ട്രെയിൻ അല്ലായിരുന്നു. ഇത് കുറേ നേരം സ്റ്റേഷനിൽ പിടിച്ചിട്ട് അത് കഴിഞ്ഞാണ് നമ്മളെ ട്രെയിൻ വന്നത്. നമ്മളിന്ന് പോകുന്നത് മലബാർ എക്സ്പ്രസ്സിലാണ്. പിന്നെ മലബാർ എക്സ്പ്രസ്സിൽ പോകുന്നവർക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റ് മിക്ക ടൈം ഫുള്ളായിരിക്കും. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവിടെ വരെ നിന്ന് പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് ബൈ ബൈ കൊല്ലം, ടാറ്റാ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്ലീനുള്ള ട്രെയിനായിരുന്നു. ഇപ്പുറത്തെ ട്രെയിനിൻ്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ചില ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല, ടോയ്ലറ്റൊന്നും ഭയങ്കര ശോകമായിരിക്കും. പക്ഷെ ഇത് അടിപൊളി, നല്ല ടോയ്ലറ്റ്, നല്ല വൃത്തിയായിരുന്നു. ഇടയ്ക്ക് സ്റ്റാഫ്സ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന കാണാം. അങ്ങനെ ട്രാവൽ വ്ളോഗ് ഇനി ട്രാവലിംഗ് പറഞ്ഞ് കുറേ ഞാൻ വെറുപ്പിക്കുന്നില്ല. ആണ്ടേ നമ്മളങ്ങനെ എത്തി, കരിയത്തുംപാറ എത്തി. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പെർ ഹെഡ് വരുന്നത് 30 രൂപീസാണ്. ക്യാഷും ജിപേയും 2 അക്സെപ്റ്റഡ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നവർക്ക് ബസ് ഇവിടെ അവൈലബിൾ അല്ല. നമ്മൾ സ്വന്തമായിട്ടുള്ള വണ്ടിയോ അതുപോലെ കൊണ്ടുവരേണ്ടി വരും. പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇത് പിന്നെ ഫുഡിനെ കുറിച്ചൊന്നും ആരും വിഷമിക്കേണ്ട. ഇവിടെ ഫുഡും ഡ്രസ് ചേഞ്ചിങ് റൂമും വാഷ്റൂമും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതാണ് നമ്മളെ എൻട്രി. നമ്മളെ ഹിഡൻ സ്പോട്ട് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, വീഡിയോയുടെ അവസാനം വരുമ്പോൾ പറഞ്ഞുതരാം. അതുകൊണ്ട് അവിടെ നിന്ന് കയറിയാണ്ടേ ഇതാണ് എൻട്രി. ഇതാണ് നോർമൽ സ്പോട്ട്. എല്ലാവരും പോകുന്ന റൂട്ട് ഇതാ. നോർമലി എല്ലാവരും വരുന്നത് ഇതാ, ഈ വഴിയാണ്. എന്നിട്ട് ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. വലിയ വെള്ളമൊന്നുമില്ല, എല്ലാവർക്കും ഇറങ്ങി കുളിക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ ഇറങ്ങി കുളിക്കാം, ഒരു സീനുമില്ല. നമ്മളെ മുട്ടുവരൊന്നും ഇല്ല വെള്ളം, അതിനെക്കാട്ടി താഴെ വെള്ളമുള്ള. അതിൻ്റെ ഡെപ്ത് വെച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം എത്ര ഉണ്ടെന്ന്, വെള്ളത്തിൻ്റെ ആഴം. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിംസാണ്. ഫോട്ടോഷൂട്ടിനും പിക്ക് എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഇതാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ. വെള്ളമൊന്നും വലുതായിട്ടൊന്നുമില്ല. ആ സൈഡിൽ നിന്നാണ് കക്കയം വരുന്നത്. അത് ഇത് കഴിഞ്ഞ് അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. ഇതിനെക്കാട്ടി കൂടുതലുള്ള കാണാനുള്ള കക്കയത്താണ്. അത് അടുത്ത വ്ളോഗിൽ വരെ കാണിച്ചു തരാം. പട്ടിയിരിക്കുന്നുണ്ടോ? പട്ടിയുടെ കാലിൽ അത്രയും പോലും വെള്ളമില്ല, ഭയങ്കര ആഴക്കുറവാണ്. അത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള അടിപൊളി രസമായിരുന്നു അത് കാണാൻ. കണ്ട അത്ര വെള്ളം കണ്ട, ആഴം കുറവാണ്. ചേരം പട്ടിയെ നോക്കിക്കൊണ്ടിരുന്നു. കണ്ട് ഇതാണ് നമ്മളെ ഹിഡൻ സ്പോട്ടുകൾ. ഇത് ഇങ്ങോട്ട് ആരും അങ്ങനെ വരാറില്ല. നല്ല നൈസായി ഹിഡൻ സ്പോട്ടാണ്. ഫാമിലിയായിട്ടും അല്ലാതെ ഒന്ന് ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അതുകൊണ്ട് ഇത് വരുന്നത് നമ്മൾ എൻട്രി നിന്ന് നേരെ ലെഫ്റ്റ് പിടിച്ചിഞ്ഞ് വരണം. ഇടയ്ക്കോട്ടൊന്നും ഇറങ്ങാതിരിക്കും നല്ലത്, ചതുപ്പായിരിക്കും. ചിലപ്പോൾ തെന്നിയൊക്കെ കാലൊക്കെ പെട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരെ ലെഫ്റ്റ് പിടിച്ച് വരണം. ആ വഴി ഞാൻ കഴിയുമ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഇവിടേക്ക് മുമ്പുള്ള വ്യൂ. നല്ല പീസും കാമായുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
അതുകൊണ്ട് ഫ്രെയിമിലൊരു പശു. ഈ സ്പോട്ട് നോർമലി അങ്ങനെ ആർക്കും അറിഞ്ഞുകൂടാ. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഈ സ്പോട്ട് അറിയത്തുള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ, അതുകൊണ്ടില്ല അങ്ങ് അവിടാണ് നല്ല ക്രൗഡുള്ളത്. ഇങ്ങോട്ട് വലിയ ക്രൗഡൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതുകൊണ്ട് ഇത് ക്രോസ് ചെയ്ത് നമ്മളിങ്ങോട്ട് വരേണ്ടത്. ഇറങ്ങുന്നതിന് വലിയ സീനൊന്നുമില്ല, വലിയ ആഴമൊന്നുമില്ല സ്ഥലമാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ ചതപ്പൊക്കെ ഉണ്ട്, അത് നോക്കിയൊക്കെ വരണം. അതുകൊണ്ട് ആ സൈഡിലോട്ടൊന്നും ഇറങ്ങാതിരിക്കുക, നേരെ സൈഡ് പിടിച്ച് ഇങ്ങോട്ട് വരിക. കണ്ടേ ഫ്രെയിമിൽ പിന്നെ ഒരു പശു. കണ്ടേ എങ്ങോട്ട് നോക്കിയാലും മലയും കുന്നും ഒക്കെ നല്ല രസമാണ്. ഈ ചെറിയ വെള്ളം കയറി അടുത്ത ടാസ്ക് കണ്ട് ഇവിടെ ഫുള്ള് ചതുപ്പാണ്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കണം, അല്ലെങ്കിൽ തെന്നി അടിച്ച് മൂക്കും മുട്ടി വീഴും. നീ അടുത്ത് ഇവിടേക്കൂടെ കയറി അപ്പുറത്ത് ക്രോസ് ചെയ്യണം. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച എൻട്രി. ആണ്ടേ ഈ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകേണ്ടത്. വഴി തന്നെ പോകുന്നത് നല്ലതാണ്ട്. ഈ സൈഡിലേക്കുള്ള വഴിയുണ്ട്, മതിലൂടെ ചേർത്ത് കയറി ഒരു എൻട്രിയിൽ നിന്ന് ലെഫ്റ്റ്. വെള്ളം അയ്യോ അമ്മേ. സേവ് ദ ഡേറ്റിന് പിക്ക് എടുക്കാനും അല്ലാതെ ഫോട്ടോഷൂട്ടിനും പറ്റിയ അടിപൊളി സ്പോട്ടാണ്. നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും നല്ല അടിപൊളി ഫോട്ടോജനിക്കായിരിക്കും. അതുകൊണ്ട് ഇതാണ് നേരത്തെ നമ്മൾ കാണിച്ച എൻട്രി. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ ഹിഡൻ സ്പോട്ടിലേക്ക് പോയത്. അങ്ങനെ നൈസായിട്ട് അവിടെ ഇവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. പെർ വെഹിക്കിൾ പാർക്കിംഗ് ഫീസായി വരുന്നത് 30 റുപ്പീസാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മൾ ബിരിയാണി കഴിച്ചത്. ബിരിയാണി ഒരു ആവറേജ് ആണ്, കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, ജസ്റ്റ് ആവറേജ്, കഴിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇവിടെ ടൈം വരുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5:45 വരെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കക്കായം ഡാമിലോട്ട് വിട്ട്. അതിന് വീഡിയോ നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനലൊന്ന് സബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ, ബൈ.